അതിശക്തമായ വിഷമം നമ്മെ പിടികൂടുമ്പോൾ, അത് എന്ത് വിഷമാണെങ്കിലും ശരി, ആ വിഷമം മാറിക്കിട്ടാൻ, അതുപോലെ സാമ്പത്തികമായ പ്രയാസം മാറിക്കിട്ടാൻ, ഇടി മിന്നൽ യുദ്ധം പോലെയുള്ള ഭീഷണികളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകാൻ, ഇങ്ങനെ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അത്ഭുതകരമായൊരു ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. അള്ളാഹു നമ്മോട് ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാനൊക്കെ നമ്മൾ അനുഭവിച്ചു. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റമളാൻ വിട പറഞ്ഞു, ഈദുൽ ഫിത്റും നാം ആഘോഷിച്ചു. ഇൻഷാ അല്ലാഹ് പെരുന്നാളിൻ്റെയും ഈദുൽ ഫിത്റിൻ്റെയും ഒക്കെ ശേഷം ഉള്ള നമ്മുടെ ആദ്യത്തെ മജ്‌ലിസാണ്. പതിവ് പോലെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളും നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇന്ന് 53-ാമത്തെ ഇസ്മ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 53-ാമത്തെ ഇസ്മ വക്കീൽ എന്നുള്ളതാണ്. വക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥം നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അർത്ഥം കഫീൽ എന്നാണ്. നമ്മുടെ റിസ്കൊക്കെ ഏറ്റെടുത്തവൻ, നമ്മുടെ ജീവിത മാർഗങ്ങൾ, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം, വെള്ളം, പാർപ്പിടം, വസ്ത്രം, വരുമാനങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തവനായ അല്ലാഹ് എന്ന് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം ഹഫീൽ എന്നുള്ളതാണ്. ഹഫീൽ എന്ന് പറഞ്ഞാൽ നമ്മെ സംരക്ഷിക്കുന്നവനായ അല്ലാഹ് എന്ന് നമുക്ക് അർത്ഥം പറയാൻ കഴിയും. എല്ലാ വിപത്തിൽ നിന്നും, ഇടങ്ങളിൽ നിന്നും, ബലായിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമ്മെ സംരക്ഷിക്കുന്ന അല്ലാഹ്. മറ്റൊരർത്ഥമാണ് ഖായിം, അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടത്തിത്തരുന്നവനായ അല്ലാഹ്. ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ വക്കീൽ എന്നുള്ള ഇസ്മിന് നമുക്ക് കാണാൻ കഴിയും. വക്കീൽ എന്നുള്ള ഇസ്മിന്റെ അദദ് 66 ആണ്. 66 എന്നുള്ളതിന്റെ പ്രത്യേകത എന്താ? അല്ലാഹു എന്ന ജലാലിയത്തിന്റെ ഇസ്മിന്റെ അദദും 66 എന്നുള്ളതാണ്. വാവ് വക്കീൽ, വാവിന്റെ അദദ് 6, കാഫിന്റെ അദദ് 20, യാഇന്റെ അദദ് 10, ലാമിന്റെ അദദ് 30, ടോട്ടൽ 66. അല്ലാഹ് എന്ന് പരിശോധിക്കുമ്പോൾ അലിഫ് 1, ലാമു 30, വീണ്ടും ലാമു 30, ഹാ 5, ടോട്ടൽ 66. അപ്പൊ അല്ലാഹു എന്നുള്ള ഇസ്മിന്റെ അതേ അദദാണ് വക്കീൽ എന്നുള്ള ഇസ്മിന് വരുന്നത് എന്നുള്ളത് വക്കീൽ എന്നുള്ള ഇസ്മിന്റെ അത്ഭുതമാണ്. വക്കീൽ എന്നുള്ള ഇസ്മിന്റെ വലിയ ഒരു നിസ്തുല്യമായ മഹത്വമാണ്. വിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലും വക്കീൽ എന്നുള്ള ഇസ്മിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുണ്ട്. വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വക്കീല എന്ന് പറയുന്നൊരായത്ത് ആലു ഇമ്രാനിലെ 173-ാമത്തെ ആയത്തായി നമുക്ക് കാണാൻ കഴിയും. ശുദ്ധമായ ഹദീസിലും ലാ തക്കിൽനി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി തങ്ങളുടെ ഒരു ദുആ നമുക്ക് കാണാൻ കഴിയും. പ്രസിദ്ധനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദിക്ർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും അദ്ദേഹം ചൊല്ലിയതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പരീക്ഷണം തന്റെ മകനെ ബലിയറുക്കുക എന്നുള്ളത്. ആ സമയത്തും അദ്ദേഹം ഉച്ചരിച്ച ദിക്റാണ്. അതുപോലെ ആരാരുമില്ലാത്ത മരുഭൂമിയിൽ തന്റെ ഭാര്യയെ മക്കളെയും തനിച്ചാക്കിയിട്ട് അള്ളാഹു തിരിച്ച് ഹിജ്റ പോകാൻ പറഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ടവർ ചൊല്ലിയ അത്ഭുത ദിക്ർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ള ഇസ്മ, എന്നുള്ള ദിക്ർ, ആ ദിക്റിന്റെ സ്ഥാനത്താണ് വക്കീൽ എന്നുള്ള ഇസ്മ എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്.
പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളുടെയും മഹത്വവും അതിൻ്റെ അദദും അതിൻ്റെ അമലും നമ്മൾ പരിചയപ്പെട്ടതുപോലെ വക്കീൽ എന്നുള്ള ഇസ്മിൻ്റെ പ്രധാനപ്പെട്ട അമലുകളും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. വക്കീൽ എന്നുള്ള ഇസ്മിന് ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാനും ചൊല്ലാനും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടാനുള്ള ധാരാളം അമലുകൾ. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് 3-4 അമലുകൾ മാത്രമാണ്. എല്ലാവർക്കും ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പുള്ള അമലുകൾ, എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ള ഉറപ്പുള്ള ചില അമലുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ അമൽ എന്നുള്ളത് ശക്തിയായ വിഷമം മാറിക്കിട്ടാൻ. ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി, അതിശക്തമായ വിഷമം നമുക്കുണ്ടാകും. ആ വിഷമം മാറിക്കിട്ടാൻ, വിരഹവേദന മാറിക്കിട്ടാൻ, പ്രത്യേകിച്ച് ഗൾഫിലേക്കൊക്കെ ഭർത്താക്കന്മാർ പോകുമ്പോൾ ഭർത്താക്കന്മാർക്കും വിഷമമാണ്, ഭാര്യമാർക്കും വിഷമമാണ്. ആ ഒരു വിഷമം മാറിക്കിട്ടാൻ, നമ്മൾ ആഗ്രഹിച്ച ജോലി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ നമ്മൾ വല്ലാതെ വിഷമിക്കും. അതിശക്തമായ വിഷമമുള്ള സമയങ്ങളിൽ നമുക്ക് ചെല്ലാൻ, നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് പ്രതികൂലമായി കഴിഞ്ഞാൽ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രയാസം അനുഭവപ്പെടുമ്പോൾ നമുക്കറിയാം, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ വആബിറു സബീൽ. വിദേശിയെപ്പോലെ ജീവിക്കണം. വിദേശം എന്നുള്ളത് ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു സാഹചര്യങ്ങളാണ് വിദേശത്തുള്ളത്. എത്രയൊക്കെ അനുഗ്രഹങ്ങളുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും വിദേശം തന്നെയാണ്. വിദേശ രാജ്യത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങിയ അതിശക്തമായ വിഷമം നാം അനുഭവിക്കുമ്പോൾ ആ വിഷമം മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുകയാണ്, യാ വക്കീലു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ ധാരാളം നമ്മൾ ചൊല്ലിയാൽ മതി. നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയ വിഷമമാണെങ്കിലും, വിരഹവേദനയാണെങ്കിലും, മറ്റ് എന്ത് അതിശക്തമായ വേദനയാണെങ്കിലും, പ്രയാസമാണെങ്കിലും, ആ വിഷമവും പ്രയാസമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സ് അല്ലാഹു അത് കുറച്ചു കൊണ്ടുവരും, മാറ്റിത്തരുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് അതിശക്തമായ മഴ പെയ്യുമ്പോൾ, അതിശക്തമായ ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ, യുദ്ധഭീഷണി പോലെയുള്ള സാഹചര്യങ്ങളിൽ ഒരു അപകടവും ഉണ്ടാകാതിരിക്കാൻ, വെള്ളപ്പൊക്കമില്ലാതിരിക്കാൻ, മഴയുടെ പ്രയാസമില്ലാതിരിക്കാൻ, ഇടിമിന്നലിൻ്റെ പ്രയാസമേൽക്കാതിരിക്കാൻ, യുദ്ധത്തിൻ്റെ പ്രയാസമേൽക്കാതിരിക്കാൻ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വക്കീല് എന്നുള്ള ഇസ്മിനെ 4000 തവണ എണ്ണം പിടിച്ച് നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. യാ വക്കീലു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ്. ഏതൊരു ഭീഷണിയെയാണോ, ഏതൊരു പ്രയാസത്തെയാണോ, ഏതൊരു പ്രകൃതി ദുരന്തത്തെയാണോ നാം ഭയപ്പെടുന്നത്, ആ ഭയപ്പാടിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകും, അള്ളാഹു നമുക്ക് പ്രൊട്ടക്ഷൻ നൽകും എന്നുള്ളതാണ്. നല്ല ഈമാനോടെ തവക്കുലോടെ ചെയ്താൽ 100% നമുക്ക് റിസൾട്ട് കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് സാമ്പത്തിക പ്രയാസം വരാതിരിക്കാൻ, നല്ല ജോലി അള്ളാഹു നമുക്ക് നൽകാൻ, നല്ല വരുമാനം അള്ളാഹു നമുക്ക് നൽകാൻ, ദാരിദ്ര്യം നീങ്ങിക്കിട്ടാൻ, കടങ്ങളൊക്കെ വീടിക്കിട്ടാൻ, ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ, കാര്യങ്ങളൊക്കെ കൃത്യമായി അതിൻ്റെ സമയത്ത് നടന്നു പോകാൻ, വാഹനം മേടിക്കേണ്ട സമയത്ത് വാഹനം മേടിക്കണം, വീട് വെക്കേണ്ട സമയത്ത് വീട് വെക്കണം, മക്കളെ കെട്ടിക്കേണ്ട സമയത്ത് മക്കളെ കെട്ടിക്കണം, ഒന്നിനും ഒരു തടസ്സമില്ലാതെ കാര്യങ്ങളൊക്കെ നല്ല നോർമലായി തടസ്സങ്ങളില്ലാതെ നടന്നു പോകാൻ സാമ്പത്തികമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നതിന് വേണ്ടി 5 നേരം നമസ്കാര ശേഷവും യാ വക്കീലു യാ അല്ലാഹ് എന്ന് അതിൻ്റെ അദദ് പ്രകാരം 66 പ്രാവശ്യം പതിവാക്കുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വക്കീൽ എന്നുള്ള ഇസ്മിൻ്റെ ധാരാളം അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. മറ്റു മജ്ലിസുകളിൽ നമ്മൾ ചർച്ച ചെയ്യും. അള്ളാഹുവിൻ്റെ അസ്മാഉകളെ ചേർത്ത് പിടിക്കാനും അസ്മാഉകളെ കൊണ്ട് വിജയിക്കാനും ആത്മീയ ഭൗതിക നേട്ടങ്ങൾ നേടിയെടുക്കാനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.